ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പഴയ പോയ ബൾബ് എങ്ങനെ കളയാതെ തന്നെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് അതൊന്ന് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും മൊത്തം തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി തന്നെ ബൾബിൻ്റെ ഫിലമെൻ്റ് എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മളിത് കളഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതൊക്കെ നോക്കുക. ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കൊരു LED ബൾബ് വേണം. ആ LED ബൾബ് വയറിലേക്കൊന്ന് കണക്ട് ചെയ്യണം. നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒന്ന് കണക്ട് ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൾട്ടി കളർ LED ബൾബാണ്. അതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അതെടുത്തത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, വീഡിയോയ്ക്ക് അല്പം ക്ലാരിറ്റി കുറവാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഈ ബൾബ് ഒരു കാർഡ്ബോർഡ് പീസിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ബൾബ് ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഈ ബൾബിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കണം. ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ കാണിച്ച ഈ ലൈറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ലൈറ്റ് കത്തുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കുന്നത്. ഈ LED ബൾബ് ഈ വെള്ളത്തിനകത്തേക്ക് വീഴാതിരിക്കാനാണ് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനകത്ത് അതൊന്ന് അതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം ബൾബിനകത്ത്. അപ്പോൾ അത് താഴെ വീഴില്ല. അതിന് കുറച്ച് പശ നമുക്ക് ഉപയോഗിക്കണം. ഫെവിക്വിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അത് നമ്മൾ പറഞ്ഞു പോരത്തില്ല. ഇനി LED ഒന്ന് ബാറ്ററിയിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ലൈറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റിയോടെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ ബാറ്ററിയിൽ നിന്ന് മാറ്റണം. നമുക്കിതൊന്ന് കണക്ടറിലേക്കൊന്ന് ഈ വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിത് കത്തിക്കാം. ഇത്രയും ഭാഗം കറക്റ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. പ്ലാസ്റ്റിക് ഫ്ലവർ കിട്ടുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത്.
ഇനി നമുക്ക് ഈ ബൾബിനകത്ത് കുറച്ച് എവർഗ്രീൻ ലീഫ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. മറ്റേതും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ തെറ്റുകളും ശരികളും എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഫിലമെൻറ്റ് പോയ ഫ്യൂസ് ബൾബ് എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.